കത്തീഡ്രലിന്റെ പണി പൂർത്തിയാകുന്നെന്ന് ലോകം അവസാനിക്കുമെന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. ഈ കത്തീഡ്രലിന്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് 1242 ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വേൾഡ് ഫേമസ് ആയ കൊളോൺ കത്തീഡ്രലിലാണ്. ആദ്യം നമുക്ക് ഈ കത്തീഡ്രലിന്റെ ഫേമസ് ആയ ഒരു കഥ കേട്ടാലോ. ഈ കത്തീഡ്രലിന്റെ പണി പൂർത്തിയാകുന്നെന്ന് ലോകം അവസാനിക്കുമെന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. ഈ കത്തീഡ്രൽ ഡെവിളിന്റെ ഡിസൈൻ ഇൻസ്പയർഡ് ചെയ്ത് ഉണ്ടാക്കിയതാണെന്നും പറയപ്പെടുന്നു. 1200 ജർമ്മനിയിലെ കൊളോൺ എന്ന ടൗണിൽ ഈ കത്തീഡ്രലിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഇതിന്റെ ആർക്കിടെക്റ്റിന് എത്ര ആലോചിച്ചിട്ടും ഒരു നല്ല ഡിസൈൻ കിട്ടിയില്ല. ഇത് മനസ്സിലാക്കിയ ഡെവിൾ ഇയാളുടെ മുമ്പിൽ ഒരു മനുഷ്യനായി വന്ന് ഒരു ഡിസൈൻ കൊടുത്തു. പകരമായി ആർക്കിടെക്റ്റിന്റെയും ഫാമിലിയുടെയും ലൈഫ് തന്നെ തിരിച്ചു ചോദിച്ചു. ഡെവിളിന്റെ ഡീൽ ഇതായിരുന്നു: 3 വർഷത്തിനുള്ളിൽ ഈ കത്തീഡ്രൽ പണിത് തീർക്കാൻ സഹായിക്കാം. അതിന്റെ പിറ്റേ ദിവസം കോഴി കൂവുന്നതിന് മുമ്പ് ഇവരുടെ ലൈഫ് എടുക്കും. അങ്ങനെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിവേഗം പണി തീരാറായി, 3 വർഷത്തിനുള്ളിൽ തന്നെ. അതോടെ ആർക്കിടെക്റ്റിന് ഭയങ്കരമായി വിഷമവും പേടിയും വന്നു. ആർക്കിടെക്റ്റിന്റെ ഭാര്യ ഇതറിഞ്ഞ് ഡെവിളിനെ ട്രിക്ക് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ആലോചിച്ചു. അങ്ങനെ 3-ാം വർഷത്തെ അവസാന ദിവസം ഇന്ന് തീരാൻ പോകുവാണ്. ഇനി ഒരു കല്ലൂടെ വെച്ചാൽ കൺസ്ട്രക്ഷൻ കഴിയും. അതിനു മുമ്പായിട്ട് വൈഫ് കോഴിയുടെ പോലെ മിമിക് ചെയ്ത് കൂവാൻ തുടങ്ങി. അത് കേട്ട് മറ്റു കോഴികളും നേരം വെളുത്തു എന്ന് വിചാരിച്ച് നിരത്തി കൂവാൻ തുടങ്ങി. അതിനുശേഷം അവസാനത്തെ കല്ല് വെച്ച് പണി പൂർത്തിയാക്കി. കോഴി കൂവുന്നതിന് മുമ്പ് പണി തീർന്നാൽ ജീവൻ എടുക്കുമെന്നായിരുന്നു ഡീൽ. അത് നടക്കാതെ വന്നതോടെ ഡീൽ ക്യാൻസലായി. ഇത് മനസ്സിലാക്കിയ ഡെവിൾ ദേഷ്യത്തിൽ കത്തീഡ്രലിന്റെ ഒരു വശം തകർത്തു കളഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ശപിച്ചു: കത്തീഡ്രലിന്റെ കൺസ്ട്രക്ഷൻ ഒരിക്കലും പൂർത്തിയാകില്ല. ഇനി എങ്ങാനും പൂർത്തിയായാൽ അന്ന് ലോകം അവസാനിക്കും. ഇന്ന് ചെന്നാലും നമുക്ക് കത്തീഡ്രലിൽ സ്റ്റിൽ വർക്കുകൾ നടക്കുന്ന കാണാൻ പറ്റും. അപ്പൊ നമുക്കിനി വിക്കിപീഡിയ എന്താണ് ഈ കത്തീഡ്രലിനെ കുറിച്ച് പറയുന്നതെന്ന് നോക്കിയാലോ. ഈ കത്തീഡ്രലിന്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് 1242 ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ്. ഇത് ഒറിജിനലി ബിൽഡ് ചെയ്തത് 3 വൈസ് മെന്നിന്റെ റിലിക്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ ഇത് മെഡീവിയൽ യൂറോപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പിൽഗ്രിമേജ് സൈറ്റ് ആണ്. ഇത് ജർമ്മൻ കാത്തലിസത്തിന്റെയും ഗോത്തിക് ആർക്കിടെക്ചറിന്റെയും ഒരു റിനോൺഡ് മോണ്യുമെന്റ് ആണ്. 1996 ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഈ കത്തീഡ്രലിന്റെ കൺസ്ട്രക്ഷൻ ഗോത്തിക് സ്റ്റൈലിലാണ് നടത്തിയിരിക്കുന്നത്. ഫ്രാൻസിലുള്ള കത്തീഡ്രൽസ് എല്ലാം ഇൻസ്പയർഡ് ചെയ്തിട്ടാണ് ഈ കത്തീഡ്രലിന്റെ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. ഈ കത്തീഡ്രലിന്റെ കൺസ്ട്രക്ഷൻ അത്ര പെട്ടെന്നൊന്നും തീർന്നില്ല കേട്ടോ. ഏകദേശം 300 വർഷത്തോളമാണ് ഈ കത്തീഡ്രലിന്റെ പണി പൂർത്തിയാവാതെ ഇരുന്നത്. ഈ കത്തീഡ്രലിന്റെ വർക്ക് 1500കളിൽ നിർത്തപ്പെട്ടു. പിന്നെ അത് റെസ്യൂം ചെയ്തത് 1842 പിന്നെ ഓൾമോസ്റ്റ് ഇത് ഫൈനലൈസ് ചെയ്തത് 1880 ഈ കത്തീഡ്രൽ ഇപ്പം പേഷ്യൻസ്, ഫെയ്ത്ത് ആൻഡ് ആർക്കിടെക്ചറൽ പ്രിസിഷന്റെ സിംബലാണ്. ഈ കൊളോൺ കത്തീഡ്രൽ ജർമ്മനിയിലെ മോസ്റ്റ് വിസിറ്റഡ് ലാൻഡ്മാർക്കാണ്. ഏകദേശം 6 മില്യൺ ആൾക്കാരാണ് ഓരോ വർഷവും ഈ കത്തീഡ്രൽ വിസിറ്റ് ചെയ്യുന്നത്. ഈ കത്തീഡ്രൽ ഏകദേശം 157 മീറ്റർ ടോളാട്ടും. ലോകത്തിലെ തന്നെ ടോളസ്റ്റ് ട്വിൻ സ്പൈർഡ് ചർച്ചാണ് ഈ കൊളോൺ കത്തീഡ്രൽ എന്ന് പറയുന്നത്. കൊളോൺ കത്തീഡ്രലാണ് യൂറോപ്പിലെ 2nd ടോളസ്റ്റ് ചർച്ച്. അതുപോലെ തന്നെ വേൾഡിലെ 3rd ടോളസ്റ്റ് ചർച്ചാണ് കൊളോൺ കത്തീഡ്രൽ. കൊളോൺ സിറ്റിയുടെ മനോഹരമായൊരു വ്യൂ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 533 സ്റ്റെപ്പുകൾ ക്ലൈംബ് ചെയ്താൽ മതി കേട്ടോ. പക്ഷെ ലിഫ്റ്റ് ഒന്നും അവൈലബിൾ അല്ല. അപ്പം ശരിക്കും എനർജറ്റിക് ആയിട്ട് ക്ലൈംബ് ചെയ്യാൻ തയ്യാറാവുന്നവർക്ക് മാത്രമേ ആ ബ്യൂട്ടിഫുൾ വ്യൂ കാണാൻ പറ്റൂ. വേൾഡ് വാർ 2 സമയത്തും കത്തീഡ്രൽ അത്ഭുതകരമായിട്ട് ഹെവി ബോംബിങ്ങിൽ നിന്ന് സർവൈവ് ചെയ്തു. ഈവൻ ദോ കൊളോൺ സിറ്റിയിലെ പല ഭാഗങ്ങളും ശരിക്കും ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടെങ്കിലും. അങ്ങനെ ഒത്തിരി കഥകളും ഒത്തിരി അത്ഭുതങ്ങളും നിറഞ്ഞൊരു കത്തീഡ്രലാണ് കൊളോൺ കത്തീഡ്രൽ. അപ്പൊ ജർമ്മനി വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും ഡെഫിനറ്റ് ആയിട്ടും ഈ കത്തീഡ്രൽ വന്ന് വിസിറ്റ് ചെയ്യണം.